ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി അതിന്റെ ഒരു സർവേ കൂടി നടത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപ് 2 സർവേ നടത്തിയിരുന്നു. ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്, മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ AICC നേരിട്ട് ഒരു സർവേയിലൂടെ കണ്ടെത്തുകയാണ്. ഇതാണ് ഈ സർവേയുടെ രീതി. ഇപ്പോൾ 3ാമതായി നടത്തിയിരിക്കുന്ന സർവേയും പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായും AICC നേരിട്ട് നടത്തുന്ന ഈ സർവേ അതിൽ കുറച്ച് സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും അതിന്റെ വ്യക്തത നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അത് പേരുകൾ നമ്മൾ ഇവിടെ പരാമർശിക്കുന്നില്ല. എങ്കിലും AICC നേരിട്ട് ഒരു സർവേ നടത്തുന്നു. ആ സർവേയിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു AICC നേരിട്ട് ഇലക്ഷനിൽ നേരിട്ട് ഇടപെടുന്ന ഒരു സമീപനമാണ് ഇനി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങൾ AICC കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ, സഖ്യകക്ഷികളുടെ മണ്ഡലമല്ല, കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ AICC നേരിട്ട് സർവേ നടത്തുകയും അതിൽ തന്നെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുവരെ തീരുമാനത്തിൽ എത്തി എന്നാണ് ഇതുവരെ ഈ 3ാമത്തെ സർവേ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലും യുവാക്കൾക്കാണ് ഇതുവരെയുള്ള മണ്ഡലങ്ങളിൽ പരിഗണന നൽകുന്നത്. സിറ്റിംഗ് MLA-മാർ ആരൊക്കെ തുടരും എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എങ്കിലും യുവത്വം കൂടുതൽ പരിഗണനയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന സർവേ റിപ്പോർട്ട് അനുസരിച്ച് സിറ്റിംഗ് MLA-മാരുടെ പേരുകളൊന്നും അതിൽ കാര്യമായില്ല. യുവത്വം തന്നെയാണ് അവിടെ AICC പരിഗണിച്ചിരിക്കുന്നത് കാര്യമായ മാനദണ്ഡം. ആ മണ്ഡലത്തിലെ ജനസമ്മതി യൂത്ത് കോൺഗ്രസ് എന്നൊക്കെയാണ് കൂടുതലായും പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും AICC നേരിട്ട് ഒരു സർവേ നടത്തി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. AICC നേരിട്ട് നടത്തുന്ന ഈ സർവേയിൽ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി എന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് മുൻപ് 2 സർവേ നടത്തി എന്ന് മേൽ പറഞ്ഞല്ലോ. ഇത് 3ാമത്തെ സർവേയാണ്. ഈ സർവേയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രധാനമായും ഉപയോഗിച്ച മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ജനസമ്മതി തന്നെയാണ്. മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ, ജനസമ്മതിയുള്ളവർ, ഇതൊക്കെയാണ് പ്രധാനമായും AICC നോക്കിയത് എന്നാണ് ഈ സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കീഴ്വഴക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഗ്രൂപ്പ് മാതിരി ഉണ്ടാക്കിയിരുന്നു. അതില് ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും അതിന്റെ മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ഇലക്ഷനോടുകൂടി അവസാനിച്ചു. ഇപ്പോൾ AICC നേരിട്ട് സർവേ നടത്തുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കില്ല, സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അതാണ് ഈ സർവേയുടെ പ്രത്യേകത. AICC നേരിട്ട് മണ്ഡലങ്ങളിൽ ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു. ആ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ഇനി പ്രവർത്തനം തുടങ്ങുമോ എന്നതിലേക്കാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. AICC കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രവർത്തനം മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമോ എന്നതിനെ കുറിച്ചാണ് ഇനി ഏവരും ആകാംക്ഷയിലൂടെ നോക്കുന്നത്. കാരണം തലമുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെയുണ്ട്. എല്ലാ തലമുതിർന്ന നേതാക്കന്മാരെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെയും കണ്ടെത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം കുറച്ച് സിറ്റിംഗ് MLA-മാർ തുടരും എന്ന് തന്നെയാണ്. പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത് പുതിയ സർവേ അനുസരിച്ച് കുറച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുറച്ച് യുവത്വമുള്ള കുറച്ച് ജനസമ്മതിയുള്ള നേതാക്കന്മാരെയാണ് ഇപ്പോൾ AICC കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ കാര്യമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് യുവത്വം തന്നെയാണ്. ആ യുവത്വത്തിന്റെ പ്രവർത്തന ഫലമായി നല്ല മികച്ച വിജയം നേടുവാനും കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് AICC-യുടെ ഈ തീരുമാനവും വളരെ പ്രാധാന്യപ്പെട്ടതായി മാറുന്നത്. ഏതായാലും ഒരു തലമുറ മാറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. AICC-യുടെ ഈ കണ്ടെത്തലുകൾ പ്രാവർത്തികമാകുകയാണെങ്കിൽ
കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ യുവാക്കൾ രംഗത്ത് വരും, യുവതികൾ രംഗത്ത് വരും MLA-മാരായി എന്നുള്ളതിൽ ഇന്നത്തെ സർവേ ഫലം പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനിയും AICC സർവേ നടത്തുമോ എന്നതറിയില്ല. കാരണം 8 മാസം ബാക്കിയുണ്ടല്ലോ. അതിനിടയ്ക്ക് AICCക്ക് ഇനിയും സർവേ നടത്തുവാനും അവസരങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ സർവേ നടത്തി കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഏതായാലും AICCയുടെ പുതിയ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ ഒന്നും അല്ല ഇത് കേട്ടോ. AICCയുടെ പുതിയ സർവേ ഫലം പുറത്ത് എത്തിയിരിക്കുകയാണ്. അതിലെ അവരെ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തിയിരിക്കുകയാണ്. യുവാക്കളാണ് കൂടുതൽ പരിഗണന, യുവതികളാണ് കൂടുതൽ പരിഗണനയിലുള്ളത്. ജനസമ്മതിയാണ് പ്രധാനമായും ഈ മാനദണ്ഡമാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ സർവേയുടെ 3ാമത്തെ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനി അറിയുന്ന മുറയ്ക്ക് നമുക്ക് പങ്കുവെക്കാം എന്ന് തോന്നുന്നു. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.